ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൺതേടിന് വണ്ടി മേടിക്കാൻ വേണ്ടി പട്ടാമ്പി പോവുകയാണ്. സൺതേടിൻ്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു എൻഫീൽഡ് എടുക്കണമെന്ന്. നമ്മൾ പോകുമ്പോൾ ബസ്സിനാണ് പോണത്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ നടുവട്ടത്ത് നിന്ന് ഡയറക്റ്റ് പട്ടാമ്പിക്കുള്ള ബസ്സിന് കയറി. ബസ്സിലിരിക്കുമ്പോൾ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടാമ്പി ഇറങ്ങിയിട്ട് നേരെ ഷൊർണൂർ റോഡിന് കയറണം. അവിടെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. പട്ടാമ്പി ടു ഷൊർണൂർ റോഡ് ഭയങ്കര മോശമായിരുന്നു, അതുമാതിരി ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. ബ്ലോക്ക് കഴിഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫൈനലി നമ്മൾ ഷോറൂമിലെത്തി. എൻഫീൽഡിൻ്റെ മാത്രം ഷോറൂം ആയിരുന്നു അത്. നമ്മളവിടെ എത്തുന്നതിന് മുന്നേ അവർ നമ്മുടെ വണ്ടി നല്ല രീതിക്ക് കവർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽ വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. സൺതേട് ആ പേപ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഹെൽമെറ്റ് കൈ പിടിച്ചിരുന്നു. പട്ടാമ്പിയിലുള്ള ക്യാമറ സീനാണല്ലോ. അങ്ങനെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. സൺതേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കുമ്പോൾ ആർക്കായാലും ഉണ്ടാവുമല്ലോ മുഖത്ത് നല്ലൊരു സന്തോഷം. ആ സന്തോഷം ഞാൻ സൺതേട്ടൻ്റെ മുഖത്ത് കണ്ടു. പിന്നെ റിസപ്ഷനിലും എന്തൊക്കെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ദേ നമ്മുടെ വണ്ടി ഇതാ നല്ല ഭംഗിയിൽ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി കാണാം. ഫൈനലി ഇതാണ് നമ്മുടെ സൺതേടിൻ്റെ വണ്ടി, റോയൽ എൻഫീൽഡ് 100/350. അങ്ങനെ കീ ഒക്കെ ഷെയർ ചെയ്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ വണ്ടിയൊക്കെ കാണാൻ. അവരതിൻ്റെ യൂസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ വണ്ടി. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എനിക്കും കുറച്ച് പൈസ ഒക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ വണ്ടിയൊക്കെ എടുക്കാമല്ലോ എന്ന്. എൻഫീൽഡ് കണ്ട ആർക്കാരും ഒന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിക്ക് നടക്കട്ടെ. ഏറെക്കുറെ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കഴിഞ്ഞു. നല്ല ഷോറൂമാണ്, അതുപോലെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു നമുക്ക് തന്നത്. സോ ഞാൻ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അവിടെ വേറെ കുറേ വണ്ടികളും സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ നമ്മുടെ കഥാനായകൻ വണ്ടിയിൽ കയറുകയാണ് ഗേസ്. മഴ കാരണം പുറത്തേക്ക് ഇറക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക്. ഒന്നാമത് പട്ടാമ്പി ടു ഷൊർണൂർ റോഡ് ഭയങ്കര മോശം, കുണ്ടും കുഴിയും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പതുക്കെ ഇറങ്ങാൻ വേണ്ടി നിന്നു. ഇറങ്ങുമ്പോൾ വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കംഫർട്ടായിട്ട് ആ വണ്ടിയിൽ ഇരുന്ന് പോകാൻ നല്ല സുഖമായിരുന്നു. സൺതേട്ടൻ വണ്ടി മേടിച്ചതിന്റെ സന്തോഷത്തിൽ കുറച്ച് മധുരം മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പട്ടാമ്പിയിലുള്ള നീല ബേക്കറിയിൽ കയറി അവിടുന്ന് കുറച്ച് ലഡു ഒക്കെ പർച്ചേസ് ചെയ്തു, എല്ലാ വീട്ടിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഓറഞ്ച് ലഡു കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യണേ. അങ്ങനെ ഞാൻ മക്കൾക്ക് ഈ കാണുന്ന 2 മിഠായും മേടിച്ചു. പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങി. പിന്നെ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ കോട്ട് ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ ആ മഴ അങ്ങനെ പോയി. മഴയൊക്കെയല്ല, അപ്പോൾ സൺതേട്ടൻ വന്ന് നമുക്കൊരു ചായ കുടിക്കാൻ കയറിയാലോ എന്ന്. അപ്പോൾ റോഡ് സൈഡിലുള്ള ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ചായ ഓർഡർ ചെയ്തു. ചായ വന്നപ്പോൾ ഒരുമാതിരി ചായ, ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ആ ചായ മതിയാക്കി. പിന്നെ ഞങ്ങൾ ഇറങ്ങി കൊപ്പത്തുള്ളൊരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു. നമ്മുടെ ഒരു ഇതെല്ലാം പർച്ചേസും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് നമ്മുടെ വീട്ടിലേക്ക്. ചെറിയൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു പോകുമ്പോൾ. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. സൺതേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അവിടെ മൂത്ത വലിയച്ഛനും കൂടി ഉണ്ടായിരുന്നു. വലിയച്ഛൻ്റെ വലിയമ്മയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വരുന്ന വരെ അവർ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.